തൈറോയിഡ് രോഗം ഇന്ന് വളരെ കൂടുതലാണ്. എത്രയോ ആൾക്കാരാണ് തൈറോയ്ഡ് രോഗത്തിൻ്റെ വിവരങ്ങളും പറഞ്ഞ് ഇവിടേക്ക് വരിക. എന്താണ് തൈറോയ്ഡ് രോഗത്തിൻ്റെ കാരണം? എന്നാണ് ഈ തൈറോയ്ഡ് രോഗം ഇത്രമാത്രം വർദ്ധിക്കുവാനായിട്ടുള്ള കാരണം എന്താണ്? അതായത് അയഡൈസ്ഡ് ഉപ്പ് നമ്മൾ കണ്ടമാനം ഉപയോഗിക്കുന്നില്ലേ? അയഡൈസ് ചെയ്ത ഉപ്പ് നമ്മുടെ വീടുകളിലെ ഒരു പ്ലാസ്റ്റിക് ടിന്നിൻ്റെ അകത്ത് വെച്ച് അത് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് മാരകമായിട്ടുള്ളൊരു വിഷമായിട്ടത് മാറുന്നുണ്ട്. അയഡൈസ് ചെയ്ത ഉപ്പ് നമ്മൾ ഉപേക്ഷിക്കുക. പകരം നമ്മുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവുക. കല്ലുപ്പ് വാങ്ങുക. ഒരു കല്ല് ഭരണിയിലോ അല്ലെങ്കിൽ ഒരു ചില്ല് പാത്രത്തിലോ അതിനെ ഇട്ട് സൂക്ഷിക്കുക. ഒന്നെങ്കിൽ അത് പൊടിക്കുക, അല്ലെങ്കിൽ അത് വെള്ളമാക്കുക. എന്നിട്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ ചേർക്കുക. അതോടൊപ്പം തന്നെ തൈറോയ്ഡ് രോഗത്തിന് അയഡിൻ കൂടുതലായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ മഗ്നീഷ്യം കൂടുതലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലവർഗ്ഗങ്ങളും എല്ലാം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴേ നമ്മുടെ തൈറോയ്ഡ് രോഗം നമുക്ക് വരാതിരിക്കാനും അതിൽ നിന്ന് മുക്തി പ്രാപിക്കുവാനും നമുക്ക് സാധിക്കും.